1999 കാർഗിൽ യുദ്ധം. ഈ യുദ്ധം കൊടുമുടികളിൽ മാത്രമല്ല, അതിനും ആയിരക്കണക്കിനടി മുകളിലായി ആകാശത്ത് വെച്ചും പോരാടിയ ഒരു യുദ്ധമാണ്. ഗോൾഡൻ ആരോസ് നമ്മുടെ ജോലി ലക്ഷ്യത്തിലേക്ക് താഴ്ന്നു പറന്ന് ഫോട്ടോ എടുക്കുക എന്നതാണ്. സർ, എന്റെ സ്ക്വാഡ്രണിൽ വെസ്റ്റേൺ എയർ കമാൻഡിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഫൈറ്റർ പൈലറ്റ്സ് ഉള്ളത്. അവർക്ക് അവരുടെ പുതിയ കോച്ചിനെ പരിചയപ്പെടാൻ സമയമായി. ജെറ്റിന്റെ ബോഡി കണ്ടിട്ട് അതിൽ എഞ്ചിന്റെ ശക്തി അളക്കാൻ നിൽക്കല്ലേ കുട്ടി. മോശം കാലാവസ്ഥയും ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളും അങ്ങനെ ചുറ്റും അപകടം. 6 ജെറ്റുകൾ ക്ലോസ് ഫോർമേഷനിൽ. അങ്ങേര് ഫ്ലൈറ്റ് കമാൻഡർ ആണെങ്കിൽ എന്താ, നമ്മളെ ബാച്ചിലേഴ്സ് അല്ലേ. ക്ലോസ് ഫോർമേഷൻ ഫൈറ്റർ ജെറ്റ്സിനല്ല, ഫൈറ്റേഴ്സിനാ വേണ്ടത്. നീ ഇല്ലാതെ ഈ ഫോർമേഷൻ ഇല്ല പോലെ. സമയമായി ഗോൾഡൻ ആരോസിനെ വിളിക്കാൻ. ഇതിനു മുമ്പ് ഒരു ഫോട്ടോ റെക്കി സ്ക്വാഡ്രൺ ബോംബിംഗ് ചെയ്തത് എപ്പോഴാണ്? ബോംബ് കൃത്യമായി വീണില്ല സാർ. ഒരിക്കൽ സാറല്ലേ പറഞ്ഞത്, ആരും ഒരിക്കലും യുദ്ധത്തിന് തയ്യാറല്ലെന്ന്. ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റേഴ്സ് തടസ്സങ്ങളെ തകർത്ത് മുന്നേറും. അവരെ എല്ലാം ബോംബിട്ട് തകർത്ത് കളയാം. നമുക്ക് നോക്കാം ഇന്ത്യൻ വ്യോമസേന ഇനി എത്ര പൈലറ്റുമാരെ ഇതുപോലെ മരണത്തിലേക്ക് തള്ളിവിടുമെന്ന്.